കെ രമ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. രമ, ഇപ്പോൾ നഞ്ചിയമ്മ തനിക്ക് കുടുംബപരമായി കിട്ടിയ ഭൂമി, ആ ഭൂമി എങ്ങനെയൊക്കെയാണ് കൈമാറി? ചിലർ അത് ചിലർക്ക് മറിച്ചു വിൽക്കുന്നു. ആ മറിച്ചു വിൽപ്പനയ്ക്ക് ശേഷം ഇപ്പോൾ അവിടെ പെട്രോൾ പമ്പ് വരാൻ പോകുന്നു. പക്ഷേ അവിടെ കൃഷി ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് നഞ്ചിയമ്മ. എങ്ങനെയാണ് ഈ വിഷയത്തെ രമ കാണുന്നത്? സ്മൃതി, വളരെ സങ്കീർണമാണ് അട്ടപ്പാടിയിലെ വിഷയങ്ങൾ. ഞാൻ ആദ്യം തന്നെ നഞ്ചിയമ്മയെ അഭിവാദ്യം ചെയ്യാണ്. കാരണം നഞ്ചിയമ്മയോട് തുടങ്ങിയ ഒരു പോരാട്ടം ചെറുതല്ല. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുന്നേ നഞ്ചിയമ്മ ഈ പോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നഞ്ചിയമ്മയെ നേരിട്ട് പോയി കണ്ട് അവരീ പറയുന്ന ഈ സ്ഥലം പെട്രോൾ പമ്പ് എടുക്കുന്നു എന്ന് പറയുന്ന അവരുടെ ഭൂമി തന്നെ നേരിട്ട് കാണുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ നഞ്ചിയമ്മ ആ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ പോരാട്ടത്തിന് നഞ്ചിയമ്മയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നുകൂടി നഞ്ചിയമ്മയെ അറിയിക്കുകയാണ്. നഞ്ചിയമ്മ ഒറ്റയ്ക്കല്ല. അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി അവിടുത്തെ പാവങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടം തീർച്ചയായിട്ടും അതിന് വലിയ തോതിൽ പിന്തുണ ഉണ്ട് എന്ന് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ അട്ടപ്പാടിയിൽ ഈ ചെറിയ ഒരു എത്ര വർഷങ്ങളായി ഈ ആദിവാസികൾ അവർക്ക് അവകാശപ്പെട്ട അവരുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോവുകയാണ്. അത് ബലം ഉപയോഗിച്ച് കയ്യൂക്ക് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ അധികാരി സ്ഥാനങ്ങളും ഈ ആദിവാസി വിഭാഗത്തിനെതിരാണ്. അവിടെ തഹസിൽദാർ ഉൾപ്പെടെ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ പലപ്പോഴും ഈ കയ്യേറ്റക്കാർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ പാവങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങ അവർക്കൊരു പുല്ല് വില ഈ ഉദ്യോഗസ്ഥന്മാർ കൽപ്പിക്കില്ല. ഞങ്ങളൊക്കെ അവിടെ പോയിട്ട് ഇവരെ കൂട്ടിയിട്ട് ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ പോയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം, അവരുടെ കയ്യിൽ ആധാരമുണ്ട്, സർവേ നമ്പറുണ്ട്. പക്ഷെ അത് എവിടെയാണ് ഭൂമി എന്ന് അവർക്കറിയില്ല. പല സർവേ നമ്പറുള്ള ഭൂമിയും അത് മറ്റു പലരും വ്യാജരേഖയുണ്ടാക്കി ആധാരങ്ങൾ ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. എത്ര ഏക്കർ ഭൂമിയാണ് ഇതുപോലെ, എത്ര ട്രസ്റ്റുകളാണ് അവിടെയുള്ളത് എന്നറിയുമോ? നവനിർമ്മാൺ, സനാതന, കോട്ടത്തറ അഗ്രോ സൊസൈറ്റി, ഇതൊക്കെ ചില ട്രസ്റ്റുകൾ ഉണ്ടാക്കി ഇവരുടെയൊക്കെ ഭൂമികൾ കൈവശം വെക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന. ഒന്ന് നിൽക്കാമോ? ഇപ്പോൾ കുറച്ചു നേരം നമ്മൾക്കൊപ്പം തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ രമയ്ക്ക് ചോദിക്കാം, നഞ്ചിയമ്മയോട് എനിക്കും ചോദിക്കാം. നഞ്ചിയമ്മ ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നഞ്ചിയമ്മ കേൾക്കാമോ? കേൾക്കണം, പറയ്. നഞ്ചിയമ്മ, എങ്ങനെയാണ് ഈ പോരാട്ടം? ഈ 1962 ഈ ഭൂമി തട്ടിയെടുത്തത്. വർഷം ഇത്രയായിരിക്കുന്നു, പലർക്കായി വിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കോടതി ഉത്തരവ് എന്താണ് നഞ്ചിയമ്മ മനസ്സിലാക്കുന്നത്? എന്താണ്? ഇനി നാളെ വീണ്ടും കോടതി കയറണം എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ നിലവിലെ കോടതി ഉത്തരവ് എന്താണെന്നാണ് നഞ്ചിയമ്മ മനസ്സിലാക്കുന്നത്? നാളെയാണ് ഇപ്പൊ അകളിനെ വെച്ചിട്ട് നമ്മളെ കോടതിനെ കേട്ടണ്. അപ്പൊ അതിനെ ഞാൻ പോകും. നാളെ പോയിട്ട് എന്ത് ഗവൺമെന്റ് തീരുമാനിക്കുന്നു നാളെയാണ് അറിയും. ശരി നഞ്ചിയമ്മ, ഈ സർക്കാർ ഉത്തരങ്ങളോട് ചോദിക്കുമ്പോൾ, തഹസീൽദാറിനോട് ചോദിക്കുമ്പോൾ തഹസീൽദാർ എന്താണ് പറയുന്നത്? അവനാണ് പറഞ്ഞത്, ആ സാറാണ് പറഞ്ഞു. ഏതായാലും വെള്ളിയാഴ്ച നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഇന്നലെ 2-3 ദിവസം മുമ്പിനെ ഞാൻ വണ്ടി വിട്ട് ഓട്ടുന്നതാണ്. അപ്പൊ ഞാൻ ടേക്കട്ടറോടെ വന്ന് നിൽക്കുമ്പോഴേക്ക് നീ ഇന്ന് ഏതായാലും കാടിനെ ഇറങ്ങണ്ട, വെള്ളിയാഴ്ച നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഏതായാലും നീ കാടിനെ ഇറങ്ങണ്ട, വന്ന മക്കളൊക്കെ വിളിച്ചിട്ട് പോയാൽ മതി. നമുക്ക് വെള്ളിയാഴ്ച നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് അപ്പം ഏതെങ്കിലും ഞാൻ പറയാം, അപ്പം നീ കാട്ടിനെ ഇറങ്ങിക്കോ, അങ്ങനെ എന്നാണ് പറഞ്ഞത്. ശരിയെന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ ഒരു വാക്കിനെ ഞാൻ വന്നിട്ട് അപ്പം തന്നെ ഞാൻ തിരിച്ചു പോയി. നഞ്ചിയമ്മ, ഹൈക്കോടതി ഉത്തരവ് നഞ്ചിയമ്മയ്ക്ക് അനുകൂലമായിട്ടാണല്ലോ. അപ്പോൾ നാളെ ഇനി കോടതിയിൽ എന്ത് പോയി പറയണമെന്നാണ് ഈ തഹസിൽദാർ പറയുന്നത്? അതാണിപ്പോൾ അത് ഞാൻ ചോദിക്കുമല്ലേ, അവരെങ്ങനെ എന്തുകൊണ്ടാണ് എന്നെ കോടതി എത്തുന്നത്, എന്തുകൊണ്ടാണ് അവർ ചോദിക്കണമെന്ന് ഞാൻ അപ്പുറം കോടതിനെ ഞാൻ പോയി കണ്ടിട്ട് ഒരു പേട്ട് തരാം കേട്ടോ. അതല്ല നഞ്ചിയമ്മ, ഇപ്പോൾ നഞ്ചിയമ്മയുടെ കയ്യിൽ കോടതി ഉത്തരവിൻ്റെ പകർപ്പൊക്കെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് അനുകൂലമായ വിധിയുടെ പകർപ്പൊക്കെ കയ്യിലുണ്ടോ? ഇല്ല. അതെവിടെ പോയി? ഇല്ല. അതെവിടെ പോയി? വക്കീലിന്റെ കയ്യിലാണ്. ശരി, വക്കീലാണ് വക്കീലിന്റെ കയ്യിൽ. ഇപ്പൊ ഈ കാടിന്റെ ഉത്തരവ് എന്ന് പറഞ്ഞ എന്റെ മാമൻ തിലിപ്പി വാങ്ങിയ ഒരു കടലാസ് മാത്രം എന്റെ കയ്യിനെ ഉണ്ടു. ഇതാണ് പിന്നെ അവർ ഒന്നും തന്നിട്ടില്ല. നഞ്ചിയമ്മ, ഞാൻ ഇപ്പോൾ വരാം, ഒന്ന് കേൾക്കൂ കേട്ടോ. കെ രമയുണ്ട്, കെ രമ MLA ഉണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. രമയെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവിടെ വന്ന് കാണുകയൊക്കെ ചെയ്തില്ലേ നിങ്ങളെ?
ഓ നിങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട് കെ രമ. കെ രമ ഉണ്ട് നമ്മോടൊപ്പം. രമ കേട്ടല്ലോ, അവരുടെ കയ്യിൽ രേഖകൾ കയ്യിലുണ്ടോ എന്ന് സംശയം അഡ്വക്കേറ്റിന്റെ കയ്യിലാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങളിലുള്ള അറിവ് അത്രത്തോളമേ ഉള്ളൂ. അപ്പോൾ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇവരെ കുഴപ്പത്തിലാക്കാനും എളുപ്പമാണ്. ആ രീതിയിലാണ് ഇപ്പോൾ തഹസീൽദാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മതി, അതാണ് അവിടെയുള്ള പ്രശ്നം. വളരെ എളുപ്പമാണ്. ഈ പാവങ്ങൾക്ക് അറിയില്ല. ഞാൻ അവിടെ ഒരു സന്ദർശനത്തിന് പോയപ്പോൾ ഈ കുറെ ആദിവാസി അവർക്ക് അവരെ രക്ഷകൻ ആരോ വന്നേ എന്നതിൽ അവർ വരികയാണ് അടുത്തേക്ക്. അവർ വന്നപ്പോൾ ഞാൻ അവരോട് അവരുടെ രേഖ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അവരുടനെ അവരെ രേഖ മുഴുവൻ എടുത്തു തരികയാണ്. ആധാരം ഉൾപ്പെടെ നമ്മുടെ കയ്യിലേക്ക് എടുത്തു തരികയാണ്. അവർ ഇതുപോലെ ആരെങ്കിലും പോയി ചോദിച്ചാൽ അവർ എടുത്തു കൊടുക്കും. അവർ വിചാരിക്കുന്നത് വരുന്ന ആളുകൾ തങ്ങളുടെ രക്ഷകനാണെന്നും തങ്ങൾക്ക് ഇത് ഭൂമി തിരിച്ചു കിട്ടാൻ തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്ന പാവങ്ങളാണ് അവിടെയുള്ളത്. അവർക്കറിയില്ല, അവർക്ക് അത്രയേ അതിനെപ്പറ്റി അറിവുള്ളൂ. അപ്പോൾ ആര് വന്നാലും അവർ കണ്ണടച്ച് വിശ്വസിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയെല്ലാം മറ്റു പലരും വന്ന് വലിയ എന്തെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവരുടെ അടുത്തുനിന്ന് വാങ്ങിയെടുക്കുന്നത്. ഇപ്പൊ മൂലകങ്ങൾ, വെച്ചപ്പതി, വെള്ളകുളമൊക്കെ തുടങ്ങിയ കുറെ ആദിവാസി ഊരുകളുണ്ട്. അവിടെയൊക്കെ 4000-ഓളം ഏക്കർ ഭൂമി ആദിവാസികൾക്ക് നഷ്ടമായിട്ടുണ്ട്. ഇത് 2022 ഡിസംബർ 14 അവിടുത്തെ സബ് കളക്ടർക്ക് ഈ ആദിവാസികൾ പരാതി നൽകിയിരുന്നു. നവകേരള സദസ്സിൽ അവിടെ ഒരു ഊരിലെ പാപ്പാൾ എന്ന് പറയുന്ന ഒരാൾ ഏതാണ് ഒരു ഊരിലെ വെള്ളകുളം ഊരിലെ പാപ്പാൾ എന്ന് പറയുന്ന നവകേരള സദസ്സ് പരാതി കൊടുത്തിരുന്നു. എന്തായി ആ പരാതി? അത് അന്വേഷണം നടത്തിയോ? ഈ 4000 ഏക്കറോളം ഈ ഭൂമി ആരുടെ കയ്യിലാണ് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയോ? ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് സൊസൈറ്റികൾ പല ഭൂമികളും അന്യാധീനപ്പെടുത്തിയിട്ടുണ്ട്. അത് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതിന്റെയൊക്കെ ഏതെങ്കിലും രേഖകൾ അവിടുത്തെ തഹസിൽദാർക്കോ അവിടുത്തെ കളക്ടറുടെ ഓഫീസുകളിലോ എവിടെയെങ്കിലും ഉണ്ടോ? ഇതൊക്കെയാണ് പ്രശ്നം. ഒരേ നമ്പറിലുള്ള ആധാരങ്ങൾ, എത്ര സർവേ നമ്പറുള്ള നിരവധി ആധാരങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സമഗ്രമായ അന്വേഷണമാണ് അവിടെ ആവശ്യം. ഈ ആളുകളുടെ ഈ ഭൂമി ആരൊക്കെയാണ് അന്യാധീനപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ചൊക്കെ. ഇപ്പൊ നഞ്ചിയമ്മയുടെ ഭൂമിയിൽ തന്നെ പെട്രോൾ പമ്പ് തുടങ്ങി ജോസഫ് മാത്യു എന്ന് പറയുന്ന ഒരാളാണ് അവിടെ പിടിച്ചെടുത്തത് എന്നാണ് അറിയാൻ സാധിച്ചത്. അവര് തന്നെ പറയുന്നുണ്ട്. അവിടെയാണ് പെട്രോൾ പമ്പ് തുടങ്ങി. ഇതൊക്കെ ഇവരുടെ ഭൂമിയാണെന്നേ. ഒരുപാട് ആദിവാസികളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. പക്ഷെ പാവങ്ങളെ പേടിപ്പിക്കുകയാണ്. പോലീസ് വലിയ പട്ടാളവുമായി വന്ന് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെ ഭൂമി അളന്ന് മറ്റുള്ളവർ കൈവശപ്പെടുത്തി അവിടെ കൃഷി ചെയ്യുക, അവിടെ കമ്മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുക. ഇവർ കുട്ടികളായിട്ട് ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ അട്ടപ്പാടിയിൽ പോയാൽ ദുരിതമാണ് അവിടുത്തെ അവസ്ഥ. നമുക്ക് അത്ഭുതം തോന്നും. എത്ര ഏക്കർ ഭൂമി. അപ്പൊ ആരെങ്കിലും ഒരാൾ അവിടെ പോയി ഇത് അന്വേഷിക്കാൻ അവരുടെ പിറകിൽ ഈ മാഫിയകൾ ഉണ്ടാകും. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങളുടെ പിറകിലും കൂടെ വന്നിട്ടുണ്ട് ഈ മാഫിയ. ഞങ്ങളുടെ പിറകിൽ ഇവര് തിരിച്ച് പാലക്കാട് ടൗണിൽ എത്തിയപ്പോഴാണ് ഈ ഒരു ടീം നമ്മുടെ പിറകിലുണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അത്ര ശക്തമാണ് ഈ മാഫിയ. ഈ മാഫിയയെ നിയന്ത്രിക്കാൻ ശക്തമായ സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. അവർക്ക് അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, പ്രയോഗത്തിൽ വരുത്തണം. അത് തീർച്ചയായിട്ടും രമയ്ക്ക് നഞ്ചിയമ്മയോട് സംസാരിക്കാം. ദയവായി ഒന്ന് തുടരണം.